നമുക്ക് ക്ഷേത്രങ്ങൾ കയറാൻ ഹിന്ദുക്കളിൽ ബ്രാഹ്മണർ കഴിഞ്ഞ് താഴോട്ടുള്ള ജാതിക്കാർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈഴവർക്ക് ഇവർക്കൊന്നും ഇല്ല. അപ്പോൾ ഈ അനുവാദമില്ലാത്ത കാലത്ത് നമ്മൾ കഷ്ടപ്പെടുന്ന സംഭവത്തിൽ ദൈവവിശ്വാസം നമുക്ക് കൂടിയിട്ട് അതിലുള്ള ഒരാൾ അത്യാവശ്യം പഠിപ്പ് അറിവൊക്കെ പോയി പഠിച്ചു. അവർ പോയിട്ട് ഒരു സ്ഥലത്ത് പോയി തപം ചെയ്തിട്ടാണ് ഈ കുടുംബക്ഷേത്രം ഉണ്ടാക്കിയത്. അതിന് മെയിൻ കാരണം ഇതാണ്. കുടുംബക്ഷേത്രം ഉണ്ടാകാൻ കാരണം എന്താ? ക്ഷേത്രത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരം കേട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ മുമ്പെയാണ് ഇതൊക്കെ വരുന്നത്. അപ്പം അതിൽ പഠിപ്പ് അറിവുള്ള ഒരാൾ പോയിട്ട് തപസ് ചെയ്യാൻ, എന്നിട്ടാണ് കുടുംബക്ഷേത്രം ഉണ്ടാക്കുന്നത്. അതായത് തങ്ങൾക്കും വേണം, തങ്ങളുടെ ജാതിക്കും വേണം ഒരു ദൈവങ്ങൾ എന്ന് വിചാരിച്ച ആരാധനകൾ. അതാണ് വിഷയം. അതല്ലാതെ അവരുടെ കുടുംബത്തിലൊരു ശക്തി എന്നുള്ള രീതിയിലല്ല. അല്ല. പിന്നെ വേറൊരു വിഷയം വെച്ചാൽ ശ്രീനാരായണ ഗുരു അദ്ദേഹം ജനിച്ചതിന് ശേഷമാണ് നമ്മളെ കേരളത്തിൽ ഒരുപാട് ജാതിന്റെ വിഷയത്തിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. അന്ധവിശ്വാസങ്ങൾ മാറി, പിന്നെ അനാചാരങ്ങൾ മാറി. ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ ജനനത്തോടുകൂടി ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന ഒരുപാട് ഇതാണ്. ഇപ്പൊ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് അംഗീകാരം വരുന്നതൊക്കെ ഇദ്ദേഹത്തിന്റെ ജന്മത്തിലാണ്. അപ്പൊ ഇദ്ദേഹം ദൈവമായിട്ട് കാണുന്നുണ്ട്, പക്ഷെ എന്നാൽ മനുഷ്യനാണ്. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.